പോലീസ് കേസിൽ നിന്ന് ഒഴിവാക്കാമെന്ന് വാഗ്ദാനം നൽകി ബി.ജെ.പി. നേതാക്കൾ ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പരാതി. ബി.ജെ.പി. കോതമംഗലം മണ്ഡലം ഭാരവാഹികൾക്കെതിരെയാണ് പരാതി. പണം തട്ടിയ നേതാക്കൾക്കെതിരെ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റിന് പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ല എന്നും പരാതിക്കാരൻ. മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്ക് കോതമംഗലം സ്വദേശി എ.എം. ജോർജ് പരാതി നൽകി. പറ്റിക്കുകയാണ് ചെയ്തത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായില്ല. ഈ ബന്ധപ്പെട്ട പോലീസ് ഓഫീസിൽ ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഈ കേസുമായിട്ട് ഇവർ ചെന്നിട്ടേ ഇല്ല. ഈ പൈസയല്ല ഇവർ വാങ്ങി ഇവരുടെ കാര്യങ്ങളെല്ലാം നിർവഹിക്കുകയാണ് ചെയ്തതെന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. അപ്പോൾ ഇത്രയും പൈസ കൊടുത്തിട്ട് പോലും നമുക്ക് അതിനൊരു തീരുമാനം ഉണ്ടാകാതെ വന്നപ്പോഴാണ് വീണ്ടും ഞാൻ ഈ കാര്യങ്ങളെല്ലാമായിട്ട് പോയി 5 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്താണ് ഞാൻ കാര്യങ്ങൾ സെറ്റിൽ ചെയ്തത്. അപ്പൊ നഷ്ടപ്പെട്ട പൈസ ചോദിച്ചപ്പോഴാണ് ഇവരെന്നെ ഭീഷണിപ്പെടുത്തുന്നു. RSSനെ കൊണ്ട് നിങ്ങളെ ആക്രമിക്കും, മകന്റെ പേരിൽ കേസ് ഇടിപ്പിക്കും എന്ന രീതിയിലെല്ലാം ഇവരെന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ഇപ്പോൾ. കൊച്ചിയിൽ നിന്ന് ഉമേഷ് കൂടി ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. ഉമേഷ്, കേസൊതുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബി.ജെ.പിക്കാർ കോതമംഗലത്തെ ജോർജ് എന്ന് പറയുന്ന ആളെ പറ്റിച്ചു അല്ലേ? ആ പരാതി സംസ്ഥാന നേതൃത്വം മുക്കുകയും ചെയ്തു അല്ലേ? എത്ര ലക്ഷം രൂപയാണ് ജോർജിൽ നിന്ന് ബി.ജെ.പിക്കാർ മുക്കിയത്? മനു, ഈ കോതമംഗലത്തെ ചേലാട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയുള്ള എ.എം. ജോർജ് എന്ന് പറയുന്നയാളാണ് പരാതിക്കാരൻ. ഇദ്ദേഹം തൻ്റെ മകനെതിരെ കാസർഗോഡ് സൈബർ ക്രൈം പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ വിവരം ഇത് സംബന്ധിച്ച് അദ്ദേഹം ചില ബി.ജെ.പി. നേതാക്കളുമായി ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ ബി.ജെ.പിയുടെ ന്യൂനപക്ഷ മോർച്ച ഭാരവാഹിയാണ്. ഈ സഹോദരൻ വഴിയാണ് ബി.ജെ.പി. കോതമംഗലം മണ്ഡലം ഭാരവാഹികളെ സമീപിക്കുന്നത്. മണ്ഡലം ഭാരവാഹികൾ ഇതറിഞ്ഞ ഉടൻ തന്നെ നമുക്ക് കേസ് അത് സെറ്റിൽ ചെയ്യാം, അതിന് കുറച്ച് പണച്ചെലവുണ്ടാകും എന്നൊക്കെ ഈ ജോർജിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കോതമംഗലം മണ്ഡലം ജനറൽ സെക്രട്ടറിയായ ഉണ്ണികൃഷ്ണൻ മാങ്ങോട്, ഒപ്പം മണ്ഡലം സെക്രട്ടറി ടി.എസ്. സുനീഷ്, ഈ 2 പേർക്കുമെതിരെയാണ് ആരോപണം. ജോർജ് പരാതി നൽകിയതും ഇവരുടെ പേര് ഉൾപ്പെടുത്തിയാണ്. ഈ 2 പേരും പല തവണയായി പലപ്പോഴായി 10,58,000 രൂപ ഈ ജോർജിൽ നിന്ന് തട്ടിയെടുത്തു എന്നാണ് ജോർജ് തന്നെ പറയുന്നത്. അത് കഴിഞ്ഞ വർഷം ജൂൺ മുതൽ നവംബർ വരെയുള്ള കാലയളവിലാണ് പലതവണയായി ഗൂഗിൾ പേ ആയും നേരിട്ട് പണമായും ഒക്കെ പലതവണയായി 10,58,000 രൂപ, ഇത് വക്കീലിന് നൽകാനാണെന്ന് പറഞ്ഞും പോലീസിന് കൊടുക്കാനാണെന്ന് പറഞ്ഞ് അങ്ങനെ പല പേരിലാണ് പല തവണയായി ഈ തുക വാങ്ങിയത് എന്നാണ് ജോർജ് പറയുന്നത്. പക്ഷേ പിന്നീട് ഒന്നും നടന്നില്ല. ഇപ്പോൾ ജോർജിൻ്റെ പ്രതികരണം തന്നെ നമ്മൾ കേട്ടു. അവർ ഈ പണം വാങ്ങിയെന്നല്ലാതെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് പിന്നീട് ജോർജ് മനസ്സിലാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസിലെ മകനെതിരെയുള്ള പരാതിക്കാരനെ കണ്ടെത്തി അദ്ദേഹം തന്നെ, ജോർജ് തന്നെ പിന്നീട് വീണ്ടും പണം എവിടെ നിന്നൊക്കെ പണം കടം വാങ്ങിയൊക്കെ പണം നൽകി ആ കേസ് അവസാനിപ്പിക്കാനുണ്ടായത്. ഈ സാഹചര്യത്തിൽ ഇത് പിന്നീട് പോലീസിലൊക്കെ വിവരം അറിയിച്ചു. അങ്ങനെ പോലീസെല്ലാം ഇടപെട്ട് ഈ പണം മടക്കി നൽകാം എന്ന് ബി.ജെ.പിക്കാർ പറഞ്ഞു. 10 ദിവസത്തിനകം പണം മടക്കി നൽകുമെന്ന് കഴിഞ്ഞ നവംബറിലാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു, ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ജോർജ് മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്ക് പരാതി നൽകി. എന്നാൽ ഇതിനിടെ ബി.ജെ.പി. നേതാക്കൾ ഈ ജോർജിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. അതും ജോർജ് പറഞ്ഞത് നമ്മൾ കേട്ടു. RSSനെ വിട്ട് ആക്രമിക്കും, മകനെതിരെ വീണ്ടും പരാതി നൽകും എന്നൊക്കെ പറഞ്ഞ് ഭീഷണി തുടർന്നു. ഈ സാഹചര്യത്തിൽ ജില്ലാ നേതൃത്വത്തെ ഇക്കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചുകൊണ്ടൊരു പരാതി നൽകി. അതിനു പുറമെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനും നേരിട്ട് ജോർജ് പരാതി നൽകി. ആ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇതുവരെ തന്നെ ഒന്ന് വിളിക്കാൻ പോലുമുള്ള മര്യാദ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നും ജോർജ് ചൂണ്ടിക്കാട്ടുന്നു. എല്ലാ വഴിയും അടഞ്ഞ സാഹചര്യത്തിൽ ജോർജ് തന്നെ ഇന്ന് കോതമംഗലം മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ജോർജും കുടുംബവും കുത്തിയിരിപ്പ് സമരം നടത്തുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ മണ്ണെണ്ണ കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ആത്മഹത്യാ ഭീഷണി വരെ അദ്ദേഹം മുഴക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തി. അങ്ങനെ വരുമ്പോൾ പോലീസ് തന്നെ അവിടെ എത്തി അദ്ദേഹത്തെ അനുനയിപ്പിച്ച് പിന്നീട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണൊക്കെ ചെയ്തത്. പക്ഷേ എന്തായാലും കർശനമായ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് ജോർജ് പറയുന്നത്. അതിൻ്റെ ഭാഗമായി മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്ക് നിലവിൽ ജോർജ് ഒരു പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോതമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. മനു. ഉമേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.